പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M200 എന്ന പ്രിന്റർ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ മോഡൽ പ്രിന്ററിന് ഫോട്ടോസ്റ്റാറ്റ് സ്കാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഡോക്യുമെന്റ് രണ്ട് സ്ഥലത്താണ് വരുന്നത്. ഒന്ന് നോർമൽ എല്ലാ പ്രിന്ററിലും വരുന്ന പോലെ ഈ സ്കാനർ ഗ്ലാസ് വരുന്നുണ്ട്, ഇവിടെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഈ പ്രിന്ററിന് മുകളിൽ ഒരു ADF യൂണിറ്റ് എന്ന യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ സ്കാനിങ്ങിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് വെക്കാവുന്നതാണ്. ഇവിടെ വെക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്, നല്ല ഗുഡ് പേപ്പർ ആയിരിക്കണം. അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഈ ADF യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോർമൽ കേസിൽ എല്ലാവരും ഈ സാധാ കാണുന്ന ഈ ഒരു സ്കാനർ ഗ്ലാസ് ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണും. ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് വെക്കേണ്ടത്. A4ന്റെ വിഡ്ത്തും A4ന്റെ ലെങ്ത്തും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈസിന്റെ പുറത്തോട്ട് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ആ ഭാഗം സ്കാനിങ് ആവുന്നതല്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു സാമ്പിൾ ഡോക്യുമെന്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ സ്കാനർ ഗ്ലാസ്സിലാണ് വെക്കുന്നത്. ഇതാണ് ആ ഡോക്യുമെന്റ്, സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്. അപ്പോൾ ആദ്യം അത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഇതാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇതേപോലെ തിരിച്ചാണ് വെക്കേണ്ടത്. എന്നിട്ട് ആ ആരോ മാർക്കിന് കറക്റ്റ് വെക്കുക. എന്നിട്ട് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എപ്സൻ്റെ പഴയ വെർഷനായ എപ്സൺ സ്കാൻ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ആകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എപ്സൺ സ്കാൻ ആണ് ആപ്ലിക്കേഷനാണ്. ഇത് പുതിയ വെർഷനിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യൂല ഈ മോഡൽ. അപ്പോൾ പഴയ വെർഷനാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നാൽ ഇതാണ് ഇതിന് നോർമൽ ഹോം പേജ് ഉണ്ടാവുക. ഇത് ഓഫീസ് മോഡിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ മുകളിൽ കാണാൻ സാധിക്കും മോഡ് എന്നുള്ളത് ഓഫീസ് മോഡാണ്. അവിടെ നിങ്ങൾക്ക് കുറേ മോഡ്സ് വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹോം മോഡ് വരുന്നുണ്ട്, പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഉചിതം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ 1-2 ഫീച്ചേഴ്സ് ഇങ്ങനെ കൂടുതൽ അഡീഷണൽ വരും. അത് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രൊഫഷണൽ മോഡിലാണ് ഉണ്ടാവുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല, ഹോം മോഡ് ഉണ്ട്, ഓഫീസ് മോഡ് ഉണ്ട്, പ്രൊഫഷണൽ മോഡ് ഉണ്ട്. ഹോം മോഡ് ആകുമ്പോൾ ഫീച്ചേഴ്സ് അത്ര ഉണ്ടാവില്ല, നമുക്ക് പ്രീവ്യൂ ചെയ്തിട്ട് വേണം സ്കാൻ ചെയ്യാൻ. ഓഫീസ് മോഡ് ആകുമ്പോൾ നോർമൽ അല്ല, കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലാണ്. പ്രൊഫഷണൽ മോഡിലാവുന്ന സമയത്താണ് കുറേ ഫീച്ചേഴ്സ് വരും. പക്ഷേ ഇതൊന്നും അത്ര നമുക്ക് കാര്യമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതിൽ നോർമലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ഓഫീസ് മോഡിൽ പരിചയപ്പെടുത്തി തരാം. അതിന് ശേഷം വരുന്നത് ഇമേജ് ടൈപ്പാണ്. അത് നിങ്ങൾക്ക് കളറാണോ വേണ്ടത്, ഗ്രേ സ്കെയിലാണ് വേണ്ടത്, ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് വേണ്ടതെന്നാണ്. കളർ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ പറ്റ ഡാർക്ക് ആവുന്നതാണ്. പിന്നെ ഡോക്യുമെൻറ്റ് ഡോക്യുമെൻ്റ് സ്കാൻ ടാബിളും കൊടുത്തിട്ടുണ്ട്, ADFും കൊടുത്തിട്ടുണ്ട്. അതായത് സ്കാനർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്, ADF എവിടുന്നാണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണ് ഡോക്യുമെൻറ്റ് വെച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അത് ഓട്ടോ ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ADF ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ADFന് സെൻസർ എനേബിൾ ആയി കഴിഞ്ഞാൽ ഓട്ടോ ഡിറ്റക്റ്റിൽ ADF വഴി ആയിരിക്കും, അല്ലെങ്കിൽ സ്കാനർ ഗ്ലാസ് വഴി ആയിരിക്കും വലിക്കുന്നത്. പിന്നെ വരുന്നത് സൈസാണ്. നിങ്ങൾ ഇഷ്ടാനുസരണം സൈസ് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ കാണുന്ന റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ റെസൊല്യൂഷൻസ് ഉണ്ട്. റെസൊല്യൂഷൻ കൂടുന്തോറും സ്കാനിങ് സ്ലോ ആയിക്കൊണ്ടിരിക്കും. സേവ് ചെയ്യുന്ന ഫയൽ സൈസിൻ്റെ കപ്പാസിറ്റി MB കൂടുന്നതായിരിക്കും. റെസൊല്യൂഷൻ കുറയും തോറും ഫയൽ സൈസ് കുറവായിരിക്കും, സ്പീഡ് സ്കാനിങ് ആയിരിക്കും. അതേപോലെ ക്ലാരിറ്റിയിലും ചെറിയൊരു വ്യത്യാസം വരുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് അത്ര നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും കൂട്ടണമെന്നുള്ളതാണ്. അത് സാധാരണ 0 തന്നെ നിന്നോട്ടെ. നമ്മൾ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക് അവിടെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് പ്രിവ്യൂ സ്കാൻ എന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. സേവ് ചെയ്യണം, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാനായി ക്ലിക്ക് ചെയ്ത് മസ്റ്റായിട്ട് സേവ് ചെയ്തതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്യാൻ പാടുള്ളൂ. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിവ്യൂ സെലക്ട് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്യുന്നു. പ്രിവ്യൂ ഒരിക്കലും സേവ് ആവുന്നതല്ല. നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ചെറിയൊരു ഫീച്ചേഴ്സ് ഈ പ്രിവ്യൂവിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രിവ്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെച്ച ഡോക്യുമെൻറ്റ് നമുക്കിവിടെ പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൗസ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യാവുന്ന അതായത് ക്രോപ്പ് ചെയ്യാനുള്ള ചെറിയൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്.
അത് ക്രോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കാൻ എന്നുള്ളത് ഇവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മസ്റ്റായിട്ട് ഇവിടെ ഇറേസ് ടൂൾ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഇതേപോലെ ആ ഒരു ഭാഗം മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ക്രോപ്പിംഗ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഡയറക്റ്റ് സ്കാൻ ചെയ്യാനാണെങ്കിൽ താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ലൊക്കേഷൻ സേവ് ചെയ്യുന്ന ലൊക്കേഷനാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കിവിടെ അതർ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ബ്രൗസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ ചോദിക്കുന്നത് നമുക്ക് സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളതാണ്. നോർമലി ഇതേപോലെ IMG എന്നാണ് 001 എന്നുള്ള പേരിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. PDF ആണോ, JPEG ആണോ, പിന്നെ മൾട്ടി ടിഫ് ആണോ, ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് ഇതിൻ്റെ കാര്യമായ സെറ്റിങ്സ് വരുന്നത്. എന്നിട്ട് താഴെ കാണുന്ന OK എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വീണ്ടും ഇത് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇത് കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ആണ്. നേരത്തെ നമ്മൾ കണ്ടത് പ്രിവ്യൂ സ്കാനിങ് ആണ്. രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു എന്നിട്ട് താഴെ കാണുന്ന സ്കാനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും സ്കാനിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നേരെ നമ്മൾ സെലക്ട് ചെയ്ത് ഏത് ഫോൾഡറാണ് ആ ഫോൾഡറിൽ പോയി സേവ് ആവുന്നതാണ് ആ ഫയൽ. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. സ്കാനിങ് കംപ്ലീറ്റ് ആയി ഇതേപോലെ വേറൊരു ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ ആഡ് പേജ്, എഡിറ്റ് പേജ്, സേവ് ഫയൽ എന്നുണ്ട്. അപ്പോൾ സേവ് ഫയൽ എന്ന് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് സേവ് ആവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആഡ് പേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ പേജസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് പേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും സ്കാനിങ് ആവുന്നതാണ്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റ പേജ് ആണ്, അതായത് സേവ് ഫയൽ എന്നാണ് കൊടുത്തത്. അപ്പോൾ അത് ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുണ്ട്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും, നമ്മൾ നേരത്തെ സ്കാൻ ചെയ്ത ഫയലാണ്. അത് സിംഗിൾ ഷീറ്റാണ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആ ഫീച്ചേഴ്സും പാടെ ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ 1, 2, 3 അങ്ങനെ ഓരോരോ പേജസ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളിവിടെ വീണ്ടും സ്കാനിങ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്കാനറിൽ, പ്രിൻ്ററിൻ്റെ സ്കാനർ യൂണിറ്റിൽ നിങ്ങൾ അടുത്ത ഡോക്യുമെൻറ്റ് വെക്കുക. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ഈ സ്കാനിങ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്കാൻ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി വീണ്ടും സ്കാനിങ് സ്റ്റാർട്ട് ആവും. അങ്ങനെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്താണ്ട് കംപ്ലീറ്റ് ആയിക്കാണ്ട് വീണ്ടും അതേ മെസ്സേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഡോക്യുമെൻറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ഡോക്യുമെൻറ്റ് വെക്കുക. എന്നിട്ട് വീണ്ടും ആഡ് പേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. അങ്ങനെ സ്കാനിങ് ഫിനിഷ് ആയതിനു ശേഷം ആ ഫയൽ നമുക്ക് വീണ്ടും അത് ആ മെസ്സേജ് വരുന്നതാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. സ്കാനിങ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ചോദിക്കും. വീണ്ടും ഈ ബോക്സ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഫിനിഷിങ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഈ സേവ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മളെ കമ്പ്യൂട്ടറിൽ അത് സേവ് ആവുന്നതാണ്. അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ആ ഫോൾഡർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് തന്നെ ഫയൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം.
യെസ്, ഇതാണ് ഫയൽ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 1 of 2 എന്ന് കാണിക്കുന്നുണ്ട്. 2 പേജ് ഉണ്ട്. ഇത് ഫസ്റ്റ് പേജ്, ഇത് സെക്കൻഡ് പേജ്. ഇനി നമ്മൾ വീണ്ടും സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ താഴെ അടുത്ത പേജ് വന്നിരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ സ്കാൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.